നമസ്കാരം, ഞാൻ ഡോക്ടർ പാർവതി രാജ്, ചെന്നിലേത്ത് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കായംകുളം. ഇന്നത്തെ നമ്മുടെ വിഷയം സ്ത്രീകളിൽ കാണുന്ന എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ ഒരു രോഗാവസ്ഥയെ കുറിച്ചാണ്. പീരിയഡ്സ് സമയത്ത് സ്ത്രീകളിൽ സാധാരണയായി വയറുവേദനയും കാലുകഴപ്പും ഒക്കെ സർവ്വസാധാരണമായി കാണാറുണ്ട്. ആ ഒരു ടൈമിൽ ഇത്തിരി റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിക്കുകയോ ഹോട്ട് ബാഗ് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് മാറാറുമുണ്ട്. എന്നാൽ ഈ പീരിയഡ് ടൈമിൽ 3-4 ദിവസം അതിശക്തമായ വയറുവേദനയും നല്ല കൂടുതലായിട്ടുള്ള ബ്ലീഡിങ്, അതായത് ക്ലോട്ട്സ് പോലെയായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുകയും അത് കാരണം വേദന സംഹാരികളായിട്ടുള്ള ഇഞ്ചക്ഷൻസോ അല്ലെങ്കിൽ മരുന്നുകളോ ഉള്ളിൽ കഴിക്കേണ്ടി വരികയും ചെയ്യുകയാണെങ്കിൽ അതിനെ നിസ്സാരമായി കാണരുത്. അത് എൻഡോമെട്രിയോസിസ് പോലെയുള്ള ഒരു രോഗാവസ്ഥ ആയിരിക്കാം. അപ്പോൾ എൻഡോമെട്രിയോസിസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എൻഡോമെട്രിയോസിസ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ എൻഡോമെട്രിയം എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ യൂട്രസിന്റെ ഉള്ളിലെ ഒരു പാളിക്കാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. 28 ദിവസത്തെ ആർത്തവ ചക്രത്തിൽ ആദ്യത്തെ 4 ദിവസത്തെ ബ്ലീഡിങ്ങിന് ശേഷം യൂട്രസിന്റെ ഉള്ളിൽ ഒരു മ്യൂക്കസ് ലെയർ ഫോം ചെയ്യും. ഇതിൽ നിറച്ച് കൊച്ചു കൊച്ചു ബ്ലഡ് കാപ്പിലറീസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടത്തേക്കാണ് പ്ലാസന്റ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ 1 മാസം കൺസെപ്ഷൻ നടന്നിട്ടില്ലെങ്കിൽ ഈ എൻഡോമെട്രിയം ഷെഡ് ചെയ്ത് വജൈനയിലൂടെ പുറത്തേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയം യൂട്രസിന്റെ ഉള്ളിലല്ലാതെ മറ്റ് ഭാഗങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിലാണ് അതിന് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ യൂട്രസിന്റെ പുറത്തെ ഭിത്തിയിലാകാം, അല്ലെങ്കിൽ ഓവറിയിലാകാം, ഫെലോപ്പിൻ ട്യൂബിലാകാം, വൻകുടലിലാകാം. അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ എൻഡോമെട്രിയം ഫോം ചെയ്യുമ്പോൾ ഇത് പീരിയഡ് ടൈമിൽ പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരം പരമാവധി ഇതിനെ പുറന്തള്ളാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് അതിഭയാനകമായിട്ടുള്ള ക്രാംസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പുറത്തേക്ക് പോകാത്ത കാരണം ഇത് അവിടെ തന്നെ ഷെഡ് ചെയ്ത് പിന്നെ ബ്ലീഡിങ് അവിടെ തന്നെ കിടന്നിട്ട് പിന്നെ അത് ഇൻഫെക്ഷൻ ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അത് ശക്തമായ കൊളുത്തി വലി പോലെയുള്ള വേദനകൾ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ യൂട്രസിന്റെ എക്സിറ്റ് റൂട്ടാണ് വജൈന. അപ്പോൾ എൻഡോമെട്രിയം ഷെഡ് ചെയ്ത് ബ്ലീഡിങ് അത് വജൈനയിലൂടെ പുറത്തു പോകുന്നു. പക്ഷേ ഈ ശരീരത്തിന്റെ മറ്റ് സ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന എൻഡോമെട്രിയം ഷെഡ് ചെയ്ത് പുറത്തേക്ക് പോകാൻ മാർഗങ്ങളില്ല. അപ്പോൾ അത് അവിടെ തന്നെ കിടന്ന് ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള ഒരു പെയിൻ ആ സമയത്ത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മോഡേൺ സയൻസിൽ എൻഡോമെട്രിയോസിന്റെ കാരണങ്ങൾ അൺനോൺ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ കുറെ ഹൈപ്പോത്തസിസുകൾ അവർ പറയുന്നുണ്ട്. അതായത് റെട്രോഗ്രേഡ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സാധാരണയായി താഴേക്ക് പോകേണ്ട ബ്ലഡ് മറ്റ് സ്ഥാനങ്ങളിൽ ചെന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉദരഭാഗത്തൊക്കെയുള്ള സെൽസിൽ മാറ്റങ്ങൾ സംഭവിച്ച് അവിടെ എൻഡോമെട്രിയം ഫോം ചെയ്യുന്നു. പിന്നെ ജനറ്റിക് ആയിട്ടും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും എൻഡോമെട്രിയോസിസ് ഉണ്ടാകാമെന്ന്. പക്ഷെ ആയുർവേദത്തിൽ എൻഡോമെട്രിയോസിന്റെ കാരണം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് ഒന്നല്ല, പല കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നാമതായി പറയുന്ന കാരണമാണ് വേഗധാരണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വേഗങ്ങളൊക്കെ ധരിച്ചു വെക്കുക. വേഗങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറൽ ഏജേഴ്സിനെയാണ്. അതായത് കൂടുതലായും സ്ത്രീകളിലും ഈ പെൺകുട്ടികളും ഒക്കെ ഈ UTI ഭയന്നോ അല്ലെങ്കിൽ വൃത്തിയില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടും പലപ്പോഴും വീടിൽ നിന്ന് പുറത്ത് പോയാൽ അവർ ഒരിക്കലും നാച്ചുറൽ ഏജസ് പാസ് ചെയ്യത്തില്ല. അപ്പോൾ അതിങ്ങനെ സപ്രസ് ചെയ്യുന്നത് കാരണം ഈ നിത്യമായി ഇങ്ങനെ നാച്ചുറൽ ഏജസ് സപ്രസ് ചെയ്യുന്ന സ്ത്രീകളിലും പെൺകുട്ടികളിലും ഭാവിയിൽ എൻഡോമെട്രിയോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സർഷൻ കൂടുതലായി ചെയ്യുന്നു. അതായത് പീരിയഡ് ടൈമിൽ കൂടുതലായിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നവരിലും പിന്നെ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാത്തവരും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നവരിൽ നിരന്തരമായി ഇങ്ങനെ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളിലും ഭാവിയിൽ എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററിയും അതിനൊരു കാരണമാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് ഈ 3-4 ഡേയ്സിൽ നല്ല ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുക. അതും ബ്ലീഡിങ് കൂടുതലും ക്ലോട്ട്സ് ആയിട്ട് പോകുന്നു. അത് മിക്കപ്പോഴും ചോക്ലേറ്റ് കളറിലേക്ക് ക്ലോട്ട്സ് നിത്യമായിട്ട് ബ്ലീഡിങ് സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് എൻഡോമെട്രിയോസിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ എൻഡോമെട്രിയോസിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണമാണ് 3-4 ദിവസം ആ ഒരു പീരിയഡ് ടൈമിൽ അതിശക്തമായിട്ടുള്ള വയറുവേദന. പിന്നെ അതേപോലെ തന്നെ ബ്ലീഡിങ് കൂടുതലും ക്ലോട്ട്സ് ആയിട്ടുണ്ടാവുക. അതും ചോക്ലേറ്റ് കളറിലേക്ക് ക്ലോട്ട്സ് ഉണ്ടാവുക. പിന്നെ ഈ ഓവുലേഷൻ ടൈമിലും ചില ആൾക്കാരിൽ പെയിൻ കാണാറുണ്ട്. സെക്ച്വൽ കോണ്ടാക്ടിന്റെ സമയത്തും യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിലും സ്റ്റൂൾ പാസ് ചെയ്യുന്ന ടൈമിലും ഒക്കെ ഈ സിവിയർ പെയിൻ അനുഭവപ്പെടാറുണ്ട്. രണ്ടാമത്തെ ലക്ഷണമാണ് വന്ധ്യത. അപ്പൊ എൻഡോമെട്രിയോസിസ് മൂലം വന്ധ്യത അനുഭവിക്കുന്ന ധാരാളം രോഗികൾ ഒപിയിൽ വരാറുണ്ട്. അപ്പൊ എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാരിൽ ചിലപ്പോൾ ഓവറിയും യൂട്രസും ഫെലോപ്പിയൻ ട്യൂബും ഒക്കെ ഒട്ടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ പുരുഷ ബീജത്തിന് സ്ത്രീ ബീജത്തിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നു.
പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒട്ടൽ മാറാൻ വേണ്ടി ലാപ്രോട്ടോമി ഒക്കെ ചെയ്തതിന് ശേഷവും വീണ്ടും ഈ അതേ പ്രശ്നവുമായിട്ട് വരുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ ഈ ലാപ്രോട്ടോമി ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും പിന്നെയും ഒട്ടൽ ഉണ്ടാവുകയും അതേ കണക്ക് എഗ്ഗിന്റെ ക്വാളിറ്റി കുറയുക, AMH കുറയുക, അങ്ങനെ അനവധി പ്രശ്നങ്ങളായിട്ട് ആൾക്കാർ വരാറുണ്ട്. പിന്നെ ഇത് കൂടാതെ മറ്റ് ലക്ഷണങ്ങളാണ് ഗ്യാസ് ട്രബിള്, ഛർദി, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലാ ആൾക്കാർക്കും ഈ ലക്ഷണങ്ങളൊന്നും കാണണം എന്നില്ല. കമ്പാരിറ്റീവ്ലി മറ്റ് രോഗങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. ഇനി നമുക്ക് ചികിത്സയിലേക്ക് വരാം. എൻഡോമെട്രിയോസിസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേ കണക്കല്ല. ഓരോ രോഗിക്കും ഓരോ രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അതും അവരുടെ റിപ്പോർട്ട്സ് എല്ലാം വിശദമായി നോക്കിയതിന് ശേഷം, രോഗത്തിന്റെ കാലപ്പഴക്കം അറിഞ്ഞിട്ട്, അതിന്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടും ഈ ആഹാര രീതിയും ജീവിത രീതിയും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എൻഡോമെട്രിയോസിസ് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എൻഡോമെട്രിയോസിസിന് വേണ്ടി ഒരു ആയുർവേദ ചികിത്സയ്ക്കായി ചെല്ലുമ്പോൾ ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറുടെ അടുത്ത് മാത്രം ചെല്ലാൻ ശ്രമിക്കുക. അത് പലതരം ട്രീറ്റ്മെന്റ് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട്. ചില ഇത്തിരി സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലെല്ലാം പഞ്ചകർമ്മ തെറാപ്പി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ കൂടുതലായും ഇത് ചെയ്യുന്നത് വിരേചനോ വസ്തി മുതലായ ട്രീറ്റ്മെന്റുകളാണ് ചെയ്യുന്നത്. അതേപോലെ എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാരിൽ AMH കുറവായിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരിൽ ഉത്തരവസ്തി പോലെയുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യാറുണ്ട്. അതേപോലെ ഫെലോപ്പിയൻ ട്യൂബിലൊക്കെ ഒട്ടലുള്ള ആൾക്കാരിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്യും തൈലവും വെച്ചിട്ട് ഉത്തരവസ്തി ചെയ്യാറുമുണ്ട്. മെയിൻലി 3 തരത്തിലുള്ള പേഷ്യൻസ് ആണ് എൻഡോമെട്രിയോസിസ് ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മുടെ അടുത്ത് വരാറുള്ളത്. പ്രധാനമായിട്ടും വന്ധ്യതയ്ക്ക് വേണ്ടി വരാറുണ്ട്. അതേപോലെ ഇതിന്റെ സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടി, എന്ന് വെച്ചാൽ അതിശക്തമായിട്ടുള്ള വേദനയും ക്ലോട്ട്സും ഒക്കെ അതിനൊരു റിലീഫിന് വേണ്ടി വരാറുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് യൂട്രസ് റിമൂവൽ പറഞ്ഞിട്ടുള്ള കേസുകളും നമ്മളുടെ അടുത്ത് വരാറുണ്ട്. അപ്പം മെയിൻലി ഇതിന് ഓരോന്നിനും ഓരോ തരത്തിലെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്, എങ്കിൽ മാത്രമേ അത് സക്സസ് ആവുകയുള്ളൂ. അതേപോലെ തന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഇൻഫെക്റ്റീവ് ട്രീറ്റ്മെന്റ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അതേപോലെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ രോഗാവസ്ഥയിൽ നമ്മൾ ചികിത്സയ്ക്ക് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ആഹാര രീതിക്കും ജീവിത രീതിക്കും നല്ല ഒരു വ്യത്യാസം വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എൻഡോമെട്രിയോസിസ് ട്രീറ്റ്മെന്റിനായിട്ട് എപ്പോഴും ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു ഡോക്ടറെ അടുത്ത് തന്നെ എത്തിച്ചേരുക. അതേപോലെ തന്നെ നമ്മൾ വളരെ നിസ്സാരമായി ഒരിക്കലും ഇതിനെ കാണരുത്. ഒത്തിരി അമ്മമാര് വന്ന് പറയാറുണ്ട്, മക്കൾക്ക് പീരിയഡ് ടൈമിൽ പെയിൻ ഉണ്ട്, അത് സാരമില്ല, ആ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ അത് മാറാറുണ്ട്. അങ്ങനെ പറഞ്ഞ് ഒരിക്കലും ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഇപ്പോൾ കൂടുതലായിട്ട് എൻഡോമെട്രിയോസിസ് കണ്ടുവരുന്നുണ്ട്. പണ്ട് PCOD ആയിരുന്നു കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷെ ഇപ്പോൾ എൻഡോമെട്രിയോസിസ് അതേപോലെ നന്നായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ അത് ഇപ്പം ടീനേജിൽ തന്നെ തുടങ്ങാറുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. അല്ലാതെ ഇത് വെച്ചുകൊണ്ടിരുന്ന് വേദനാസംഹാരികളും ഇഞ്ചക്ഷൻസും എടുത്ത് എല്ലാ മാസവും കഴിച്ചുകൊണ്ട് അത് മീൻസ് അങ്ങനെ അത് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നീട് അത് ലേറ്റർ സ്റ്റേജിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. എൻഡോമെട്രിയോസിസിന്റെ ട്രീറ്റ്മെന്റിൽ ഒരിക്കലും നമ്മൾ പെട്ടെന്ന് ഒരു റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ഒരു 3 to 6 months എന്തായാലും ട്രീറ്റ്മെന്റ് വേണ്ടി വരും, എങ്കിലേ നമുക്ക് എൻഡോമെട്രിയോസിസ് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുകയുള്ളൂ. കൂടുതലായിട്ട് ഒരു 4th സ്റ്റേജിലൊക്കെയാണ് രോഗികൾ നമ്മുടെ കാണാൻ എത്തുന്നത്. അതായത് അലോപ്പതിയിലൊക്കെ അവർ യൂട്രസ് റിമൂവൽ പറഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ലാപ്രോട്ടോമി കഴിഞ്ഞിട്ടും വീണ്ടും അഡ്ഹഷൻസ് വന്നിട്ടുള്ള കേസുകളിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറ്റിയതിന് ശേഷം കൺസീവ് ആയിട്ടുള്ള പല പേഷ്യൻസും ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻഡോമെട്രിയോസിസിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള തുടർ വീഡിയോകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കായി ഇത് ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.